പ്രിയമുള്ളവരെ, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട നജീബ് കാന്തപുരത്തിനെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU പെരിന്തൽമണ്ണ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ക്വാഡ് പ്രവർത്തനം നടത്തി. പെരിന്തൽമണ്ണ ടൗണിൽ അതുപോലെ തന്നെ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡ്, ഹൈവേകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, കച്ചവട സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ 100ഓളം പ്രവർത്തകർ നേതാക്കളും അടങ്ങുന്ന സംഘം പെരിന്തൽമണ്ണ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് മാതൃകയായ സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി C. അബ്ദുൽ നാസർ സാഹിബ്, ജില്ലാ ഉപാധ്യക്ഷൻ പ്രിയങ്കരനായ പച്ചേരി ഫാറൂഖ് സാഹിബ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ, ജനറൽ സെക്രട്ടറി കട്ടുപ്പാറ മുഹമ്മദ് അലി, ട്രഷറർ ഷിഹാബ് കളക്കണ്ടൻ, വിവിധ ഭാരവാഹികളായ പ്രിയപ്പെട്ട അഷ്റഫ് പുത്തൂർ, പച്ചേരി ഫിറോസ്, രാമകൃഷ്ണൻ ഒരിങ്കര, ബഷീർ മേലാറ്റൂർ തുടങ്ങി ഭാരവാഹികൾ, സഹപ്രവർത്തകർ, വിവിധ ഫെഡറേഷനുകളുടെ പ്രതിനിധികളായ ഒരുപാട് ഭാരവാഹികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാതൃകയായ സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രിയപ്പെട്ട MLA ഹെൽത്ത് കാർഡ് നൽകിയതാണ് തൊഴിലാളികൾക്ക് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം അദ്ദേഹം നടത്തിയത്. കൃത്യമായി തന്നെ അംഗൻവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ, ആശാ വർക്കർമാർ, പരിരക്ഷാ വളണ്ടിയർമാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ, ആംബുലൻസ് ഡ്രൈവർമാർ, ട്രോമോ കെയർ വളണ്ടിയർമാർ, വഴിയോര കച്ചവടക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ബാർബർമാർ, തയ്യൽ തൊഴിലാളികൾ എന്നിവർക്കായി അദ്ദേഹം MLA ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമായി ഒരു STUവിൻ്റെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട MLAയുടെ നിയമസഭയിലെ ഇടപെടലുകളൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കേരള നിയമസഭയിലെ ഉജ്ജ്വലമായ പ്രകടനങ്ങളിലൂടെ നജീബ് കാന്തപുരം വേറിട്ടു തന്നെ നിൽക്കുന്നു. നജീബ് കാന്തപുരം പ്രതിനിധീകരിക്കുന്ന പെരിന്തൽമണ്ണയുടെ ഏതൊരാവശ്യത്തെയും സഭയിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹാജർ നില 93.7%. ശ്രദ്ധ ക്ഷണിക്കൽ 2, ചോദ്യങ്ങൾ 1132, സ്വകാര്യ ബില്ല് 2, നിയമസഭാ പ്രസംഗങ്ങൾ 20, അടിയന്തര പ്രമേയം 3, സബ്മിഷനുകൾ 13. ഒരു പുതുമുഖത്തിൻ്റെ പരിഭേദം ഒന്നുമില്ലാതെയാണ് നജീബ് കാന്തപുരം കേരള നിയമസഭയിലേക്ക് കയറി ചെല്ലുന്നത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്രിയാത്മകമായ ഇടപെടലുകളുടെ സഭാംഗങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും നജീബ് സാഹിബിന് കഴിഞ്ഞു. പെരിന്തൽമണ്ണക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കാനായി അടിയന്തര പ്രമേയങ്ങളും സബ്മിഷനുകളും ചോദ്യങ്ങളും പ്രസംഗങ്ങളും നിയമസഭയിൽ ഉയർത്താൻ MLA എന്ന നിലയിൽ നജീബ് കാന്തപുരത്തിന് കഴിഞ്ഞു. പ്രവാസികൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ച് നിരന്തരം ശബ്ദമുയർത്തിയിട്ടുണ്ട് അദ്ദേഹം. പെരിന്തൽമണ്ണയുടെ പെരുമ തുടരാൻ നജീബ് കാന്തപുരത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് എല്ലാ വോട്ടർമാരോടും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയങ്കരനായ ജില്ലാ ഉപാധ്യക്ഷൻ പച്ചേരി ഫാറൂഖ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിലെ എല്ലാ പൊതുപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പച്ചേരി ഫാറൂഖ് സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 18 പ്രധാന റോഡുകൾ നവീകരിക്കാനായി 41.74 കോടി രൂപ പ്രിയങ്കരനായ MLA നജീബ് കാന്തപുരം അനുവദിച്ചു. മിനിമാസ് ലേറ്റുകൾക്കായി 1.85 കോടി രൂപ അനുവദിച്ചു. 53 ഗ്രാമീണ റോഡുകൾക്കായി 12.14 കോടി രൂപ അനുവദിച്ചു. ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 1 കോടി രൂപ അനുവദിച്ചു. കൊടികുത്തിമല നവീകരണത്തിന് നേതൃത്വം നൽകി. രാമഞ്ചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിക്ക് 100 കോടി രൂപ അനുവദിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപ അനുവദിച്ചു. 5 വർഷം കൊണ്ട് 105 ഗ്രാമീണ റോഡുകൾ അനുവദിച്ചു. കുട്ടികളിലെ നേതൃത്വ ഗുണം വളർത്തിയെടുക്കാൻ ക്രിയാ പദ്ധതി നടപ്പിലാക്കി.
വിദ്യാഭ്യാസ മേഖലയ്ക്കായി 606.20 കോടി രൂപ അനുവദിച്ചു. 4 സ്കൂളുകൾക്ക് ബസ് നൽകി. 11 ലക്ഷം രൂപ വായനശാലകളിലേക്ക് പുസ്തകങ്ങൾ നൽകാൻ ഫണ്ട് നൽകി. പെരിന്തൽമണ്ണക്കായി ഒരുക്കി IAS അക്കാദമി. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. IAS അക്കാദമി ഒരുക്കിയത് 68 ദിവസം കൊണ്ടാണ് അദ്ദേഹം അത് ഇവിടെ ഒരുക്കിയത്. അത്യാധുനിക സൗകര്യങ്ങളോടെ IAS അക്കാദമി 18,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വളരെ ശ്രദ്ധേയമായി നടപ്പാക്കി. ജില്ലാ ആശുപത്രിക്കായി 1.8 കോടി രൂപ അനുവദിച്ചു. 3000-ഓളം പേർക്ക് ഹെൽത്ത് കാർഡ് നൽകി. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പ്രവർത്തനം. വിരൽത്തുമ്പിൽ അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് എന്നതാണ് പ്രിയപ്പെട്ട MLA നമുക്ക് എടുത്തു പറയേണ്ട വിഷയങ്ങൾ. MLA എന്ന നിലയിൽ നിരവധി പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്. പട്ടികജാതി കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പിൻ്റെ കനലടങ്ങി. ശ്രീനിവാസത്തിനും കുടുംബത്തിനും ഉറങ്ങാം ഇനി പുതിയ വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നൈറ്റ് മാർച്ച് പ്രിയപ്പെട്ട MLA സംഘടിപ്പിച്ചു. അങ്ങനെ ശ്രദ്ധേയമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്കാണ് പ്രിയങ്കരനായ MLA നിയോജക മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത്. കൃത്യമായും